സ്വാമിയെ കുറിച്ച് ചോദിച്ചപ്പോ ദേഷ്യം വന്നു. ഒളിക്കാനൊന്നും ഇല്ലെങ്കിൽ എല്ലാം തുറന്നു പറഞ്ഞാലെന്താ? ആ, ഒളിക്കാൻ കാണുമായിരിക്കും. അക്ഷരയുടെ അമ്മ മരിക്കുന്നതിന് 3 മാസം മുമ്പ് സ്വാമി ഇവിടെ എത്തി. എന്നുവെച്ചാ സ്വാമി ഇവിടെ വന്നതിന് ശേഷമാണ് അമ്മ മരിച്ചത്. അതും സംശയാസ്പദമായ സാഹചര്യത്തില്. അതെ, സ്വാമിയുടെ വരവും അക്ഷരയുടെ അമ്മയുടെ മരണവും തമ്മിൽ ബന്ധമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും അന്വേഷിക്കുമ്പോൾ ആ സാധ്യതയും തള്ളിക്കളയാൻ പാടില്ലല്ലോ. ശരിയാ പറഞ്ഞത്. ആ വരവും അമ്മയുടെ മരണവും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ പോലും അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. ഒന്നുറപ്പാ, ഡാഡിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാ സ്വാമി. അങ്ങോട്ടങ്ങനെയാണെങ്കിൽ തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. സ്വാമിയെ കുറിച്ച് എല്ലാം ഡാഡിക്ക് അറിയാൻ പറ്റും. ഒന്നുകിൽ നിന്റെ ഡാഡിയെ അടക്കം സ്വാമി പറ്റിക്കുന്നു, അല്ലെങ്കിൽ സ്വാമി ആരാണെന്ന് നിന്റെ ഡാഡിക്ക് വ്യക്തമായിട്ടറിയാം. അവര് പങ്ക് കച്ചവടക്കാരാണെന്ന് സാരം. നമ്മൾ രഹസ്യങ്ങൾ പലതും മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നറിയുമ്പോൾ അവര് പ്രതികരിക്കും. ആ പ്രതികരണത്തെ ചെറുക്കാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മൾ പെടും. എനിക്കൊരു പേടിയില്ല. രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ അടങ്ങൂ. ഉപദേശിക്കാൻ വന്നതാണെന്ന് വിചാരിക്കില്ലെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാം. പറഞ്ഞോളൂ. എന്തിനാ എല്ലാവരിൽ നിന്നും എല്ലാം ഒളിച്ചു വെക്കുന്നേ? എന്തൊളിപ്പിച്ചു വെച്ചു? അത് നിങ്ങൾക്കല്ലേ അറിയൂ. ഞാനൊന്നും ഒളിപ്പിച്ചിട്ടില്ല. അപ്പോ സ്വാമി? നിങ്ങൾ എന്തിനാ ഈ സ്വാമിയുടെ പിന്നാലെ നടക്കുന്നത്? സ്വന്തം ഊരും പേരും മറച്ചുവെച്ച് ഒരാളിങ്ങനെ കൂടെ നിൽക്കുന്നത് ശരിയാണെന്നാണോ ഏട്ടൻ പറയുന്നേ? അയാൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്കതിന് തക്കതായ കാരണങ്ങളുണ്ടാവും. ആ കാരണമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. പറയാൻ എനിക്ക് സൗകര്യമില്ല. അപ്പോ അറിയാം. നിങ്ങൾ എന്ത് കരുതിയാലും എനിക്കതൊരു പ്രശ്നമല്ല. വേണ്ട. അല്ലെങ്കിലും ഈ നാവിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇത്രയും വയസ്സായില്ലേ, ഇനിയെങ്കിലും ഒന്ന് നന്നായിക്കൂടെ? എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നന്നായ പോരെ. സകല വൃത്തികെട്ടവന്മാരും പറയുന്നതാ ഇപ്പൊ ഏട്ടനും പറയുന്നേ. മര്യാദയ്ക്ക് മകൾക്കൊപ്പം നിൽക്കുന്നതാ നിങ്ങൾക്ക് നല്ലത്. എങ്കിൽ പരിക്കൊന്നുമില്ലാതെ ജീവിക്കാം. അല്ല, അഹങ്കാരം കാണിച്ച് ഇപ്പോ പോകുന്ന പോലെ പോകാനാ തീരുമാനമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും. നീ എന്നെ ഭീഷണിപ്പെടുത്തുക ആണെന്ന് തന്നെ കൂട്ടിക്കോ. നഷ്ടപ്പെടാൻ പലതും ഉണ്ടായിരുന്ന കാലത്ത് പോലും ഞാനൊരു ഭീഷണിക്കും വഴങ്ങിയിട്ടില്ല. പിന്നെയല്ലേ ഇപ്പോ? എനിക്കൊട്ടും പേടിയില്ല. ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. ഞാനത് നേരിട്ടോളാം. രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞുതരാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് രക്ഷപ്പെടണ്ടെങ്കിലോ? ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ജീവിച്ചില്ലേ? ഇനിയും ജീവിക്കാൻ എനിക്കറിയാം. അതിന് നിങ്ങളുടെ ആരുടെയും സഹായം എനിക്ക് വേണ്ട. ദേ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ളവരൊക്കെ പിന്നീട് സഹായത്തിന് വേണ്ടി കൈയും കാലും ഇട്ട് അടിച്ചിട്ടുണ്ട്. ഞാൻ ഏതായാലും അങ്ങനെ ചെയ്യില്ല. ജയശങ്കറിന് അന്തസ്സുള്ള ഒരു ഭൂതകാലമുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടും. എന്നെക്കുറിച്ച് ഓർത്ത് ഒരു തീ മനസ്സ് നീട്ടണ്ട. എന്നെ നോക്കാൻ എനിക്കറിയാം.
ഹലോ, നീ ഭയങ്കര ഷോ ആണെന്ന് കേട്ടല്ലോ. ഷോയോ? അതെ, ദേവിക ഉപദ്രവിക്കൽ നിന്റെ പ്രധാന വിനോദം എന്ന് അറിഞ്ഞു. നടേശന്റെ മരണം ആ പാവത്തിന്റെ തലയെ കൊണ്ട് കെട്ടിവെക്കണം നിനക്ക്, അല്ലേ? കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെ പോലീസ് പിടിക്കില്ലേ? അതിന് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ദേവിക അത് ചെയ്തെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ദേവിക അല്ല ചെയ്തതെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്തിനാ എന്നെ ഭീഷണിപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ എസ് ഐ റൂബി എടുത്തെന്ന് പറ. അവരാ കേസ് അന്വേഷിക്കുന്നത്. അല്ലാതെ എന്റെ അടുത്ത് വന്ന് ഷോ കാണിക്കണ്ട. ആരുടെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അത് നീ എന്നെ പഠിപ്പിക്കണ്ട. ഇനി മുതൽ നീ ദേവിക ഉപദ്രവിക്കാൻ പാടില്ല. ഉപദ്രവിച്ചെന്നു? ഉപദ്രവിച്ച് നിങ്ങളോട് ആരാ പറഞ്ഞേ? ദേവികയെ ഞാൻ എങ്ങനെയാ കാണുന്നതെന്ന് അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് വന്ന് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. ദേവികയെ നീ എങ്ങനെ കാണുന്നു എന്നൊന്നും എന്നെ പഠിപ്പിക്കാൻ വരണ്ട. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാരണവുമില്ലാതെയാ നീ ആ ദേവികയെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അത് തുടരരുത്. തുടർന്നാൽ എന്തി കൊല്ലും. കൊല്ലുന്ന് പറഞ്ഞാൽ കൊല്ലും. നിന്റെ ഡെഡ് ബോഡി പോലും പിന്നെ കിട്ടില്ല. ദേ, ഈ വിശാലിനെ നിനക്ക് ശരിക്കും അറിയില്ല. എനിക്കൊരു പേടിയില്ല. അല്ലെങ്കിൽ തന്നെ നിന്നെ തട്ടിക്കളഞ്ഞ ഒരു ഈച്ച പോലും ചോദിക്കാൻ വരില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് നീ സൂക്ഷിച്ചോ. തെരുവിൽ കിടന്ന് നിനക്ക് മരിക്കണ്ടെന്നുണ്ടെങ്കിൽ ദേവികയുടെ പുറകെയുള്ള നടത്തവും ഉപദ്രവിക്കലും അങ്ങ് അവസാനിപ്പിച്ചേക്കണം. ഇനി എന്നെ നീ ഇങ്ങനെ വരുത്തരുത്, കേട്ടോടാ? ഹലോ, ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടിയെന്നൊന്നും ചോദിക്കില്ലെങ്കിൽ ഞാനത് പറയാം. ഗുണമുള്ള വല്ലതുമാണോ? ആ, അതെ, നടേശന്റെ മരണവുമായി ബന്ധമുള്ള വിവരം. നടേശൻ മരിച്ചത് വിഷം ഉള്ളിൽ ചെന്നാണെന്നാണല്ലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതെ, എന്താ? ആ വിഷം എങ്ങനെ നടേശന്റെ ഉള്ളിലെത്തി? അതറിയില്ല. എന്ന് എനിക്കറിയാം. ആ വിഷം ഉള്ളിലെത്തിയ വഴിയെക്കുറിച്ച് ഒരു സൂചന എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ പിടിച്ച് അന്വേഷിച്ച പ്രതിയിലേക്ക് എത്താം. ആരാ ആള്? പറയാം. അച്ഛാ, എന്നാലും മോളെ, ചിന്തിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ.